ഞാൻ കരുതിയത് നീ വരില്ലെന്നാ. നിനക്ക് മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. നീ തന്നെ എന്റെ ഭാര്യയും ഈ വീടിന്റെ മരുമകളും. സ്വാതി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇവളെ ട്രാക്കിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്താ ഒന്നും മിണ്ടാത്ത? എന്തിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നവളാണ് എന്റെ ഭാര്യ എന്ന കാര്യത്തില് എനിക്ക് വിശ്വാസമുണ്ട്. ഈ കുടുംബം ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കടമയും നിനക്കുണ്ട്. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമെന്ന് കരുതിയതാണോ? എന്നിട്ടും അത് സംഭവിച്ചില്ലേ? എല്ലാ വിഷമങ്ങളും മാറാൻ ഈ ഒരു രാത്രി മാത്രം മതി. നീ നിന്റെ തീരുമാനം ഒന്ന് മാറ്റ്. എന്നിട്ട് ഇത് നമ്മുടെ ആദ്യ രാത്രിയായിട്ട് അംഗീകരിക്കാൻ ഒരു മനസ്സ് മാത്രം നിനക്കുണ്ടായാൽ മതി. എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. ഇത് ലച്ചുവായിരുന്നു. ശാസ്ത്രികൾ പറഞ്ഞ കാര്യം മറന്നിട്ടാണോ സഞ്ജുട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് വേണ്ടാട്ടോ. ശാസ്ത്രികൾ പറഞ്ഞ സമയം കഴിയാതെ സഞ്ജുട്ടൻ പറഞ്ഞതൊന്നും നടക്കില്ല. അല്ല, ആ ഒരു ചിന്ത ഇപ്പൊ മനസ്സിലുണ്ടാവാൻ പാടില്ല. എന്ന പൂജയ്ക്ക് ബലം ഉണ്ടാവില്ല. എന്തിനാ ഇത്ര തിടുക്കം കാണിക്കുന്നേ? ആ ദിവസം അടുത്ത് വരല്ലേ. പിന്നെ ഞാൻ സഞ്ജുട്ടന്റെ കൂടെ ഉണ്ടാവില്ലേ. അതുവരെ നല്ല കുട്ടിയായി തനിച്ചുറങ്ങിയാ മതി. സ്വാതിയാന്ന് തെറ്റിദ്ധരിച്ച് എന്തൊക്കെയാ ഞാൻ അവളോട് പറഞ്ഞ. ഇനി ഇതും മനസ്സിൽ വെച്ചാവോ അവൾ എന്നെ കാണാൻ പോകുന്ന.
ഈ സഞ്ജുവേട്ടന്റെ ഒരു കാര്യം. അവിടെ നിൽക്കേ. അത് അമ്മ, അത് ഞാൻ സഞ്ജുവേട്ടന് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാൻ പോയതാ. അല്ലെങ്കിൽ തന്നെ ഇനി ഞാനല്ലേ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? പൂജ കഴിയുന്നത് വരെ മോൾ അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടമ്മേ. പിന്നെ എന്തിനാ ഇപ്പൊ പോയേ? സഞ്ജുട്ടൻ ഭക്ഷണം കഴിക്കാതെ പോയതല്ലേ, പാവം. വിശന്ന് കിടന്നാ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാല് കൊണ്ടു കൊടുക്കാൻ പോയതാ. അത് അവന് വിശപ്പില്ലായിരിക്കും, അതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെ കരുതിയ പോരെ. അയ്യോ, അമ്മ എന്തേ പറയുന്നേ? പാവ സഞ്ജുട്ടൻ വിശന്ന് കിടക്കാനോ? പിന്നെ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. അത്താഴപ്പട്ടിണി കിടക്കുന്നത് ദോഷമാണെന്ന് പണ്ടേ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ ഓഫീസും ജോലിയെന്ന് പറഞ്ഞ് സഞ്ജുട്ടൻ ഓട്ടത്തോട് ഓട്ടോ അല്ലേ. പകല് പോലും ശരിക്കും ഭക്ഷണം കഴിക്കില്ല. ഇനി അങ്ങനെ പറ്റില്ല. ഞാൻ സഞ്ജുട്ടന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോവാ. എനിക്ക് കുറച്ച് വഴക്ക് കേട്ടാലും കുഴപ്പമില്ല, കൃത്യസമയത്ത് ഭക്ഷണം കഴിപ്പിക്കണം. സഞ്ജുട്ടന് ഇഷ്ടപ്പെട്ട കറികൾ നാളെ മുതൽ ഞാൻ തന്നെ ഉണ്ടാക്കാമേ. അയ്യോ, അതൊന്നും വേണ്ട മോളെ, അതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മയും കൂടി സഞ്ജുട്ടനെ ശരിക്കൊന്ന് ഉപദേശിക്കണേ. ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ആരോഗ്യം കളയരുതെന്ന്. വല്ല അസുഖം വരുമെന്ന് അമ്മ പറയണം. സഞ്ജുട്ടനോട് അമ്മ പറയോ? ശരി, ഞാൻ പറഞ്ഞോളാം. മോളിപ്പോ വാ, നമുക്ക് എന്റെ മുറിയിൽ പോയി കിടക്കാം. വാ. ശരിയാ, ഇപ്പൊ കിടന്നാലും നേരത്തെ എണീക്കാൻ പറ്റൂ. വെളുപ്പിനെ സഞ്ജുട്ടനെ വിളിച്ചുണർത്തണം. വ്യായാമം ചെയ്യാൻ പറയണം. അപ്പൊ സഞ്ജുട്ടന്റെ ആരോഗ്യത്തിന് നല്ലതാ. അതൊക്കെ പിന്നെ മതി മോളെ, ഞാൻ പറഞ്ഞോളാം. മോളിപ്പോ വാ. ഞാൻ ഇനി എങ്ങനെ സഞ്ജുട്ടന്റെ മുഖത്ത് നോക്കും? ഞാൻ എത്ര ദിവസമായി സ്വാതിയോട് പറയുന്ന അമ്മൂനെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാമെന്ന്. പക്ഷേ നീയല്ല അതൊന്നും കേൾക്കാത്ത. സ്വാതിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിനക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും ഇതൊന്നും സഹിക്കാനാവില്ല. അമ്മ മനസ്സിൽ ഓരോ സങ്കല്പങ്ങൾ വെച്ച് എന്നോട് ഇങ്ങനെ പെരുമാറുക എന്ന് കരുതി എനിക്കിപ്പോ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റൂ? അമ്മ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നമുക്ക് അവളോട് ക്ഷമിക്കാനല്ലേ പറ്റൂ? അമ്മുവിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ അവളെവിടെ നിൽക്കാൻ പറഞ്ഞത്. പക്ഷെ സഞ്ജു എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ. അപ്പോ എനിക്ക് ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇല്ലേ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അമ്മു അതിലൊക്കെ വെറുതെ ഇടപെടുവോ? അതാ ഞാൻ പറഞ്ഞേ, അമ്മുവിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാവുന്ന. ഈ വീട്ടിലൊപ്പം നിർത്തി
അവളുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനാ ഞാൻ ശ്രമിച്ച. അതായിരുന്നു എന്റെ ആഗ്രഹം. അതിനി പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റെവിടെയും വേണ്ട, മൂസിന്റെ മനയിലേക്ക് തന്നെ നമുക്ക് അവളെ കൊണ്ടുപോവാം. അമ്മുന്റെ ഓർമ്മകൾ ഉണർത്താൻ പാകത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അത് തന്നെ ഇനി നല്ലതെന്ന് തോന്നുന്നു. സമ്മതിച്ചല്ലോ, താനിത് സമ്മതിച്ചല്ലോ. എനിക്കത് മതി. ഇപ്പോഴെനിക്ക് ആശ്വാസമായത്. അമ്മ ഓർമ്മയില്ലാതെ എന്നോടിങ്ങനെ സ്വന്തം ഭാര്യയെ പോലെ പെരുമാറുന്നത് എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളവളെ ഉപേക്ഷിക്കൊന്നുമല്ലല്ലോ, രക്ഷപ്പെടുത്താനല്ലേ, ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ മനയിലേക്ക് കൊണ്ടുപോകുന്നേ. അപ്പോ വിഷമത്തിന്റെ ഒരു ആവശ്യമില്ല. അപ്പോ ഇനി സമയം കളയണ്ട. സ്വാതി ഇപ്പൊ തന്നെ ചെന്ന് അവളോട് സംസാരിക്കേ. എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. വേഗം ചെല്ല. ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല. അയ്യോ, എന്ന് പറഞ്ഞ ഒക്കില്ല. എങ്ങനെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിച്ചേ പറ്റൂ. ചെല്ല. സ്വാതി ചെല്ല്. അവളിതേ അപ്പുറത്ത് നിൽപ്പുണ്ട്. ചെന്ന് സംസാരിക്കേ. ചെല്ല് ചെല്ല. ഇനി ലച്ചു കൂടി സമ്മതിച്ചാൽ രക്ഷപ്പെട്ടു. ലച്ചുവിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് പറ്റൂ. ലച്ചു ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ചേച്ചി എന്നെ അന്വേഷിച്ചിരുന്നോ? എനിക്ക് മനസ്സിനൊരു സുഖക്കുറവ്. എന്താ ചേച്ചി? ചേച്ചിയുടെ ആളുമായിട്ട് ഫോണിൽ സംസാരിച്ചോ? സംസാരിച്ചു. രണ്ടാളും സംസാരിച്ച് മുഷിഞ്ഞെന്നാ തോന്നുന്നേ. മുഷിയാതിരിക്കാനാ എന്റെ പ്രാർത്ഥന. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒന്ന് വന്നിട്ട് പോയാൻ ചേച്ചി പറ. അല്ലെങ്കിൽ ചേച്ചി കൂടി കൊണ്ടുപോകാൻ പറ. കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് അകലം പാലിച്ച് ജീവിക്കാൻ പാടില്ല. എന്ത് തടസ്സമുണ്ടെങ്കിലും ചേച്ചി അതൊക്കെ മറികടക്കണം. അവിടെയാ ഒരു ഭാര്യയുടെ വിജയം. നീ അത് നന്നായി ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ എനിക്കതിന് കഴിയാതെ വരുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ തടസ്സം ഉണ്ടാക്കുന്നവര് അത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യാനാ? ആര് തടസ്സപ്പെടുത്തിയാലും ചേച്ചിയുടെ ആളല്ലേ തീരുമാനം എടുക്കേണ്ടത്. അതിലെന്റെ ഭർത്താവ് തികച്ചും നിരപരാധിയാ. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. എനിക്ക് വേണ്ടി ഇപ്പൊ മനുഷ്യൻ സഹിക്കുവാ. ചേച്ചി ഇതുവരെ ഭർത്താവിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ട് പോലുമില്ല. സമയാവട്ടെ, അതിന് ഞാനും കാത്തിരിക്കോ. ഞാൻ മറന്നു. ഞാൻ നിന്നെ കാണാൻ വന്നതേ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമെന്ന് ചോദിക്കാനാ. കൊള്ളാലോ. അതെവിടെ ചേച്ചി? കുറച്ചു കാലം മുമ്പ് എന്റെ 2 കാലുകളും തളർന്നു പോയിരുന്നു. അച്ഛൻ പല ഡോക്ടർമാരെയും കാണിച്ചതാ. വിദേശത്ത് പോയി ചികിത്സിക്കാനും അച്ഛൻ തയ്യാറായതാ. മെഡിക്കൽ റിപ്പോർട്ട് കണ്ട ഡോക്ടേഴ്സ് ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്റെ 2 കാലുകളും മുറിച്ചു മാറ്റാനാ. എന്റെ ദൈവമേ, ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എന്നെ പറഞ്ഞു പറ്റിക്കാണോ? എങ്കിലിത് ക്രൂരമായ തമാശ കേട്ടോ. ക്രൂരമായി തമാശ ചെയ്ത് കാണിക്കുന്നത് നീയല്ലേ അമ്മോ? നീ ഇതിവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. പിന്നെ ചേച്ചിയുടെ ഈ കാല് ഒടുവില് ചികിത്സിച്ച് ഭേദാക്കിയോ? ആർക്കും കഴിയാത്തത് ഒരാൾക്ക് കഴിഞ്ഞു. ഒരു ആയുർവേദ പണ്ഡിതന്റെ അടുത്തേക്ക് എന്റെ അനിയത്തി അമ്മു എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ അനിയത്തിയെ പറ്റിയല്ലേ ഇവിടെ എല്ലാരും പറയുന്നത്? എന്നെ അമ്മൂന്നും വിളിച്ചു. ഇപ്പൊ അമ്മ എവിടെയാ ചേച്ചി?
അവൾ എന്നിൽ നിന്ന് ഒരുപാട് ദൂരത്താ. എനിക്കവളെ കാണാനും കേൾക്കാനും കഴിയും. പക്ഷെ എനിക്കവൾ അകലെയാ. എന്നിട്ട് ആ വൈദ്യൻ ചികിത്സിച്ചിട്ടാണോ ചേച്ചി ഈ നിലയിൽ എത്തിച്ചത്? അതെ. അദ്ദേഹത്തെ എനിക്ക് ഒന്നുകൂടി പോയി കാണണം. ലച്ചു എന്റെ കൂടെ വരുന്നോ? എവിടെയാ സ്ഥലം? ഭദ്രേത്ത് മന എന്ന് പറയും. ഭദ്രമൂസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ഭദ്രേത്ത് മനയോ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മൂസ് തിരുമേനെ പറ്റിയും കേട്ടറിവുണ്ട്. പെരുവണ്ണാപുരം പുഴയ്ക്ക് അപ്പുറത്താ ആ മന. ലച്ചു ഇവിടെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. സിദ്ധിമുത്തിയും മുത്തശ്ശിയും പറഞ്ഞ അറിവാ. പിന്നെ ഞാൻ ഇക്കാര്യം സഞ്ജുവിനോട് പറഞ്ഞു. സഞ്ജു നാളെ ഫ്രീയാ, കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. സഞ്ജുട്ടൻ കൂടെ വരെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മടിക്കുന്നേ? നമുക്ക് ഒരുമിച്ച് പോവാം. എന്റെ നാട്ടിലേക്ക് പോവാൻ ഞാനും ആഗ്രഹിച്ചതല്ലേ. നമുക്ക് എന്റെ വീട്ടിലും പോണം. അതിനെന്താ, ഞാൻ സഞ്ജുവിനോട് സംസാരിച്ച് പോകുന്ന സമയം ഒന്ന് ഫിക്സ് ചെയ്യാം. ശരി, എന്നാ പിന്നെ ലച്ചുവിന്റെ ജോലി നടക്കട്ടെ. ശരി ചേച്ചി. സഞ്ജു, അമ്മ നമ്മുടെ കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ മനയെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. ഈ യാത്ര ഗുണം ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവള് അവളുടെ വീട്ടിൽ പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് അവിടെ ആരാ ഉള്ളത്? അവരെല്ലാം സ്ഥലം വിട്ടു പോയതല്ലേ. നമുക്ക് മനയിൽ പോയാൽ മതി. അവൾക്ക് അവ്യക്തമായിട്ടെങ്കിലും പഴയ കാലം ഓർക്കാൻ കഴിഞ്ഞ പിന്നെ ഞാൻ മടിക്കില്ല. നമ്മുടെ വിവാഹ ആൽബവും ഫോട്ടോസും എല്ലാം അവളെ കാണിക്കും. അമ്മ ഓർമ്മയിലേക്ക് മടങ്ങി വരാതെ അവളിവിടെ ഉണ്ടായിരുന്നതിന്റെ തെളിവുകളൊന്നും കാണിക്കരുതെന്നാ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് ഒരേ സമയം ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാക്കും അത്രേ. മനസ്സിന്റെ താളം തെറ്റാൻ വരെ അത് കാരണമാവുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവൾ ഓർമ്മയിലേക്ക് സ്വയം തിരിച്ചു വരട്ടെ. അതിന് നമ്മൾ ഇതുപോലുള്ള സ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നീ എവിടായിരുന്നു? സമയത്ത് ഭക്ഷണവുമില്ല, പ്രാർത്ഥനയില്ല. ഗോവിന്ദ, മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്താൻ ധ്യാനവും പ്രാർത്ഥനയും കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ എന്ന് നിനക്കറിയില്ലേ? മുത്തശ്ശൻ ക്ഷമിക്കണം. മുറ തെറ്റാതെ ഇനി ഞാനത് ചെയ്തോളാം. മുത്തശ്ശ, പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ നേരം സഞ്ജുവിന്റെ കോൾ വന്നു. നാളെ ലച്ചുവുമായി സഞ്ജു സ്വാതി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തുദ്ദേശത്തിലാണ് അവരിങ്ങോട്ട് വരുന്നത്? ചികിത്സയ്ക്കാണെങ്കിൽ എന്റെ അനുവാദം വാങ്ങിയിട്ടുള്ള വരവും അല്ലത്. സ്വാതിയും ലച്ചുവും കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. എന്തൊക്കെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയാലും ഇവിടുത്തെ അനുഭവങ്ങൾ ലച്ചുവിന്റെ മനസ്സിൽ നിറമങ്ങി കിടപ്പുണ്ടാവും.
അതൊരു തിരിച്ചുവരവിന് കാരണമായാലോ അതാ അവരുദ്ദേശിക്കുന്നത്. അപ്പൊ നീ തന്നെയാണല്ലേ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അയ്യോ അല്ല മുത്തശ്ശ, സഞ്ജു എന്നെ വിളിച്ചു പറഞ്ഞത്. എങ്കിൽ ചിലപ്പോൾ ഡോക്ടറുടെ ഉപദേശമാകും. വന്നിട്ട് പോട്ടെ. ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ സഞ്ജുവിനെ സ്വാധിക്കും സന്തോഷത്തോടെ ജീവിക്കാം. നിനക്കും നിന്റെ വേദനയ്ക്ക് ശമനം ഉണ്ടാവും. മുത്തശ്ശൻ സ്വാതിയോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണേ, എൻ്റെ ഒരു അപേക്ഷയാ. എന്താ നീ അങ്ങനെ പറയാ? മുത്തശ്ശന് എനിക്ക് വിശ്വാസം പോരാ. സഞ്ജു ലച്ചുവിന്റെ ഭർത്താവെന്ന് പറയാൻ മുത്തശ്ശന് ഒട്ടും മടിക്കില്ല. അത് തന്നെയാ.